അപ്പോൾ ചകിരി ഇതേപോലെ തേങ്ങയുടെയൊക്കെ ചകിരി ഉണ്ടല്ലോ, അത് ഇതേപോലെ കുറച്ച് എടുക്കുക. എന്നിട്ട് നമ്മുടെ കയ്യിൽ ഇതേപോലത്തെ എന്തെങ്കിലും ഒരു സ്റ്റിക്കില്ല എങ്കിൽ ഈർക്കിലി എന്തെങ്കിലും മതി കേട്ടോ, ഓല ചെത്തിയ ഈർക്കിലിയോ എന്തെങ്കിലും കട്ടിക്ക് ഉള്ള ഒരു കമ്പ് എന്തായാലും മതി. അപ്പോൾ നമുക്ക് ഇതേപോലെ ചകിരി എടുത്തതിന് ശേഷം ഒന്ന് സ്റ്റിക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതേപോലെ എന്തെങ്കിലും ഒരു ചരടോ ചണമോ എന്തെങ്കിലും വെച്ചൊന്ന് കെട്ടിക്കൊടുക്കാം കേട്ടോ. എന്നിട്ട് അത് നല്ല കറക്റ്റായിട്ടൊന്ന് കത്രിക വെച്ച് മുറിച്ചെടുക്കുക. ആ ചകിരി കത്രിക വെച്ചൊന്ന് മുറിച്ചെടുക്കുക. എന്നിട്ട് ഇതേപോലെ വലിയ സ്റ്റിക്കൊക്കെ ഉണ്ടെങ്കിൽ അതിനകത്തോട്ടാക്കിയിട്ട് ഇതേപോലെ ചരട് വെച്ചിട്ടൊന്ന് ചുറ്റി കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ട് നമ്മുടെ കുപ്പിയുണ്ടല്ലോ, കുട്ടികളൊക്കെ വെള്ളം കൊണ്ടുവന്ന കുപ്പിയാണെങ്കിലും ഫ്ലാസ്ക് ആണെങ്കിലും അതിനകമൊക്കെ കഴുകാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും അല്ലേ. അപ്പോൾ അതിനകത്തൊക്കെ കഴുകാൻ വേണ്ടിയിട്ട് ഈ ചകിരി വെച്ചിട്ട് നല്ല ക്ലീനായിട്ട് കിട്ടും കേട്ടോ. അതിനകത്തുള്ള ആ വഴുവഴുപ്പും ഒരുമാതിരിയുള്ള ആ തെന്നൽ എല്ലാം പോയിട്ട് നമുക്ക് ക്ലീനാക്കി എടുക്കാം. ഇതിനകം ഇതേപോലെ ഒന്ന് തേച്ച് ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് കാണിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതിനകം ഞാനിത് ഇതേപോലെ കഴുകിയെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളതിനകത്തോട്ട് ബ്രഷ് കാര്യങ്ങളൊന്നും തന്നെ എത്തത്തില്ല. നല്ല വലിയ കുപ്പിയൊക്കെ ആണെങ്കിൽ ഇതുപോലെ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അതേപോലെ ജനലിൻ്റെ ഭാഗത്ത് പടികളൊക്കെ ഉണ്ടല്ലോ, അതിലൊന്നും നമുക്ക് ചൂലോ ബ്രഷോ ഒന്നും പറ്റത്തില്ല. അപ്പോൾ ഇതേപോലുള്ള ചകിരി വെച്ചിട്ടുള്ള പിന്നെ ബ്രഷ് നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് വളരെ നല്ല രീതിയിൽ ക്ലീനായിട്ട് കിട്ടും. അതിനകത്തുള്ള ഒരു പൊടി പോലും കിടക്കില്ല കേട്ടോ. അതേപോലെ ഷോക്കേഴ്സിൻ്റെയൊക്കെ ഗ്ലാസിൻ്റെ വിടവിലൊക്കെ ഇതേപോലെ നമുക്ക് എന്തും വെച്ച് തൂത്താലൊന്നും വരില്ല പൊടിയൊന്നും കണ്ടോ. ഇപ്പോൾ ഇത് വെച്ചിട്ട് ഇതേപോലെ തൂക്കുകയാണെങ്കിൽ അതിനകത്ത് കണ്ടോ തൂത്ത് ഇങ്ങോട്ട് എടുക്കുക പൊടിയൊക്കെ. അതുപോലെ നമ്മളെ ഫ്ലവർ അതിനകത്തൊക്കെ ചിലന്തി വലയൊക്കെ പോകുന്നതിന് വേണ്ടിയിട്ട് ഇതേപോലെ നാക്കി കൊടുക്കുമ്പോൾ തന്നെ ചിലന്തി വലയൊക്കെ അതിനകത്തോട്ട് ചുറ്റിക്കോളൂ കേട്ടോ. അതുപോലെ നമ്മളെ ടി വി സ്റ്റാൻഡ് അതേപോലെ ആ ഫ്ലഗ് വയറൊക്കെ കൊടുത്ത ഭാഗത്തെല്ലാം ചിലന്തിയൊക്കെ പിടിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അടിഭാഗത്തൊക്കെ ടി വിയുടെയൊക്കെ അടിഭാഗത്തൊക്കെ ഇതേപോലെ നമുക്ക് ബ്രഷ് വെച്ച് ചിലന്തികളെയൊക്കെ കളഞ്ഞ് തൂത്ത് പൊടിയെല്ലാം എടുക്കാനായിട്ട് പറ്റും. ഇത്രയും പൊടിയെടുക്കൊക്കെ അതിനകത്ത് കയറി പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിപ്പോൾ അതിൻ്റെ ആ തുമ്പ് ഭാഗം വേണമെങ്കിൽ കത്രി വെച്ച് മുറിച്ച് മാറ്റാം. എന്നിട്ട് വീണ്ടും അത് ഉപയോഗിക്കാം കേട്ടോ. മുറിച്ച് മാറ്റിയിട്ട് വീണ്ടും അത് ബ്രഷായിട്ട് തന്നെ നമുക്ക് ഉപയോഗിക്കാം. ഇതുപോലെ ലെവൽ ചെയ്ത് മുറിച്ച് മാറ്റാം കേട്ടോ. കണ്ടു ജനലിൻ്റെ പടികളൊക്കെ തൂത്ത് ചിലന്തി വലയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോയിട്ട് നല്ല ക്ലീനായിട്ട് കിട്ടും. അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ വീണ്ടും ഇതേപോലെ തന്നെ നമുക്ക് ചകിരിയുടെ നാര് കുറച്ച് മാത്രം മതി കേട്ടോ. ഇത് എന്താണെന്ന് വെച്ചാൽ ചെറിയ സ്റ്റിക്ക് അതിനകത്തോട്ടാക്കിയിട്ട് നമുക്ക് നൂല് ചുറ്റി കൊടുക്കാം. ഇതിപ്പോൾ നമുക്ക് എണ്ണച്ചകിരിയായിട്ട് ഉപയോഗിക്കാം. കാരണം നമ്മൾ ദോശ അപ്പമൊക്കെ ചുടുമ്പോഴത്തേന് എണ്ണ തൊട്ട് തേക്കാൻ വേണ്ടിയിട്ടുള്ള ചകിരിയായിട്ട് എടുക്കാം. പണ്ടൊക്കെ നമ്മൾ ചകിരി വെച്ചിട്ടല്ല ഇതിനൊക്കെ നമ്മൾ അപ്പം ചുടുന്നതിനാണ് എല്ലാം ചകിരി വെച്ചിട്ടാണ് എണ്ണ തൊട്ട് തേക്കുന്നത്. അപ്പോൾ ഇതുപോലെ ചെറിയൊരു സ്റ്റിക്ക് കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ നമുക്ക് അപ്പച്ചട്ടി അതേപോലെ തന്നെ ദോശക്കല്ലൊക്കെ നമുക്ക് എണ്ണ തേച്ച് നല്ല ഇതായിട്ട് എടുക്കാനായിട്ട് പറ്റും കേട്ടോ. അതുപോലെ നൂല് വെച്ചൊന്ന് ചുറ്റി കൊടുക്കുക. അത്രയേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് തന്നെ നമ്മൾ ഐസ്ക്രീമിൻ്റെയൊക്കെ സ്റ്റിക്കൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് തന്നെ ഇതേപോലെ ഒരു ചെറിയ ബ്രഷാക്കി എടുക്കാം. എന്നിട്ട് കത്രിക വെച്ചിട്ടൊന്ന് ലെവലാക്കി കൊടുക്കാം. വളരെ ഈസിയാണ്. അങ്ങനെ ചകിരി വെച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ. നമ്മൾ വെറുതെ തേങ്ങയുടെയൊക്കെ ചകിരി ഇതുപോലെ കളയല്ലേ ചെയ്യുന്നുണ്ട്. അപ്പച്ചട്ടിയിലൊക്കെ നമുക്ക് ഇതേപോലെ എണ്ണ തേച്ച് കൊടുക്കാം. ദോശ ഫ്രൈ പാനിലൊക്കെ തേച്ച് കൊടുക്കാം, ദോശക്കല്ലിൽ തേച്ച് കൊടുക്കാം. പെട്ടെന്ന് തേഞ്ഞ് പോകത്തുമില്ല, വൃത്തികേടാകത്തുമില്ല കേട്ടോ. അടുത്ത ടിപ്പിലോട്ട് കിടക്കാം.